ഇയാൾ അത്ര നല്ല മനുഷ്യനൊന്നല്ല. ഇയാള് ഈ പറയുന്ന ജഗത്താൻ പറഞ്ഞ മോളെന്നല്ല ഞാൻ പറയുന്നത്. ജഗത്താൻ മോഹൻലാൽ കണ്ടിട്ട് പോലും ഇല്ല. പക്ഷെ ഞാൻ ഈ മോഹൻലാലിനെ ഒരു കാലത്ത് സ്നേഹിച്ചാർന്ന, ആത്മാർത്ഥമായി സ്നേഹിച്ചാണ്. ഹായ്, പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് ആറാട്ട് വർക്കി ആറാട്ടെണ്ണ ഇന്നലെ തിയേറ്ററിൽ ഇട്ട് പ്രഷറെല്ലാം കൂടി പൊതിഞ്ഞിട്ടുണ്ട്. അത് ശരിയാണോ? അതിനെപ്പറ്റിയാണ് ഇന്ന് ഒരു വീഡിയോ ചെയ്യുന്നത്. ഇതിനെപ്പറ്റി വീഡിയോ ചെയ്യേണ്ട എന്ന് വിചാരിച്ചിരുന്നതാണ്. ഒരു അഭിപ്രായം പറയാമെന്ന് കരുതി. അതിനു മുമ്പ് ആറാട്ട് വർക്കി, അതായത് ആറാട്ടെണ്ണനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാം. ആറാട്ടെണ്ണ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ ആറാട്ട് സിനിമ ഇറങ്ങിയ സമയത്ത് പുള്ളിയുടെ കുറച്ച് ട്രോളൊക്കെ വന്നിട്ടുണ്ട്. അന്ന് തൊട്ടാണ് ഞാൻ ഇയാളെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അല്ല, ട്രോളെന്ന് പറഞ്ഞാൽ പുള്ളിയെ കളിയാക്കി ഉള്ള ട്രോൾ. പറഞ്ഞ പോലെ ഒരു കാശിനും കൊള്ളാത്ത സിനിമ കണ്ടിട്ട് ആറാടുകയാണെന്നൊക്കെ പറഞ്ഞതിൻ്റെ രീതിയിലാണ് ഇയാളെ എടുത്തിട്ട് ട്രോൾ ചെയ്തത്. പക്ഷേ ഇന്നലെ തിയേറ്ററിലുണ്ടായ സംഭവം എന്ന് പറഞ്ഞാൽ പുള്ളി വിത്തിൻ സെക്കൻഡ് എന്ന് പറഞ്ഞൊരു സിനിമ കണ്ട് ടിക്കറ്റ് എടുത്തിട്ട് പുള്ളിയുടെ പൈസ മുടക്കി ടിക്കറ്റ് എടുത്ത് സിനിമ കാണാൻ കയറി. പുള്ളി പറഞ്ഞ വാക്കുകളാണ്, സിനിമ കാണാൻ കയറി പുള്ളി അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇറങ്ങിപ്പോകുന്നു. ഇത് പുള്ളിക്ക് അല്ലാത്ത രീതിയിൽ ഇറങ്ങിപ്പോകുന്നതാണ് പുള്ളി പറഞ്ഞത്. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അതായത് സിനിമ കണ്ടിട്ട് പോവാതിരിക്കുകയോ ഇറങ്ങിപ്പോണോ വേണ്ടയോ എന്ന് ഇറങ്ങിപ്പോണോ വേണ്ടയോ എന്ന് വിചാരിക്കുന്നത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പുള്ളി ഇതുപോലെ പോയി ഇറങ്ങിയിട്ട് നെഗറ്റീവ് റിവ്യൂ കൊടുത്ത് അതിന് പ്രേക്ഷകരെല്ലാം കൂടെ എടുത്തിട്ട് പൊതിഞ്ഞു. അതിന് ഇവർക്ക് പൊതിയാൻ ഒരു യോഗ്യത ഇല്ല. ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പിന്നെ ഒരു സിനിമ ഇഷ്ടമാണോ ഇഷ്ടമല്ലയോ എന്ന് പറയുന്നത് ഓരോരുത്തർ ഇഷ്ടമാണ്. പിന്നെ ആറാട്ട് വർക്കിയുടെ കാര്യമൊക്കെ അറിയാം. പുള്ളി ഒരു സിനിമ, എന്നെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ പുള്ളിയുടെ ഒരു റിവ്യൂ ഞാൻ സീരിയസ് ആയിട്ട് ഇതുവരെയും കണ്ടിട്ടില്ല. ഉള്ള കാര്യം പറയാമല്ലോ. പുള്ളി എന്തോ മണ്ടത്തരങ്ങളൊന്നും പറയുന്നു, അത് മാത്രമേ ഞാൻ വിചാരിക്കുന്നുള്ളൂ. ഈ എടുക്കാൻ പോകുന്ന മീഡിയക്കാർ തന്നെ സീരിയസ് ആയിട്ട് പുള്ളിയുടെ റിവ്യൂ എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പുള്ളി പറയുന്ന ശൈലി അതേപോലെയൊക്കെ തന്നെ ഒരു ട്രോൾ ചെയ്യാനുള്ള ആ മണ്ടത്തരങ്ങൾ കേൾക്കാൻ വേണ്ടി കുറേ പേര് വ്യൂസ് കാണുന്നുണ്ട്. അതിന് വേണ്ടി മാത്രമാണ് പുള്ളിയുടെ റിവ്യൂ മീഡിയക്കാർ എടുക്കുന്നത്. അല്ല സീരിയസ് ആയിട്ടൊന്നും എടുക്കുവാന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഇത് എടുത്തു കഴിഞ്ഞിട്ട് ഇവർ വിത്തിൻ സെക്കൻഡ് ഇയർ ഡയറക്ടറും പ്രൊഡ്യൂസർമാരും എല്ലാം പുള്ളി എടുത്തിട്ട് വളഞ്ഞിട്ടുണ്ട്. അതിനൊന്നും ആവശ്യമില്ല. പുള്ളി പറഞ്ഞിട്ട് പോട്ടെ. അതൊന്നും നല്ല സിനിമ എന്തുമായാലും ബാധിക്കാൻ പോകുന്നില്ല. പന്ന സിനിമ അറിയാലോ, എത്ര പന്ന സിനിമകൾ ഹിറ്റായിട്ടുണ്ട്, എത്ര നല്ല സിനിമകൾ ഫ്ലോപ്പായിട്ടുണ്ട്. അതിന് എത്ര പന്ന സിനിമകൾ ഹിറ്റായിട്ടുള്ളതിനുള്ള ഉദാഹരണമൊക്കെയാണ് ഈ മായാമോഹിനി പോലത്തെ തൊലിഞ്ഞ പടങ്ങളൊക്കെ. ഇതേപോലെ മായാമോഹിനി അറിയാം, ഒന്നിനും കൊള്ളാത്തൊരു സിനിമയാണ്. അത് ഹിറ്റായ കാരണം എന്ന് പറഞ്ഞാൽ അതറിയാം, കുറേ പ്രേക്ഷകരൊക്കെ ഈ പെൺവേഷം കാണാൻ കയറി അങ്ങനെയൊക്കെ ഹിറ്റായതാണ്. അല്ലാതെ അതിനകത്തൊന്നും ഒരു വസ്തുവും ഇല്ല. അപ്പോൾ പിന്നെ ആറാട്ടെണ്ണം പറഞ്ഞ ആ ഒരു റിവ്യൂ ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല സിനിമയെ ബാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അത് പ്രൊഡ്യൂസറുടെയും അവരുടെയും കയ്യിലെ തെറ്റാണ്. അവരുടെ സിനിമയിൽ ഇതിലായിട്ടും പബ്ലിസിറ്റി ഇല്ല. അപ്പോൾ ഇയാളെ ഇപ്പം മണ്ടത്തരങ്ങൾ വെച്ച് എല്ലാവർക്കും അറിയാം. അല്ല സീരിയസ് ആയിട്ട് കാര്യങ്ങൾ വെച്ചൊന്നും അല്ലെന്ന് എല്ലാവർക്കും അറിയാം, കാണുന്ന എല്ലാവർക്കും അറിയാം. ഇയാൾ അറിയാം ആറാട്ടെണ്ണന് ഒരു മാനസിക രോഗം ഉള്ള ആൾക്കാരുടെ കൂട്ടൊക്കെ ഉള്ള ഒരു പെരുമാറ്റമാണ് ആറാട്ടെണ്ണനൊക്കെ കാണിക്കുന്നത്. ഇപ്പോൾ തിയേറ്ററിലായാലും ഇപ്പോൾ പുള്ളി ഇന്നലെ വേറൊരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്, ലാലേട്ടനെ പറ്റിയുള്ളൊരു വീഡിയോ. അത് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇയാൾ അത്ര നല്ല മനുഷ്യനൊന്നല്ല. ഇയാള് ഈ പറയുന്ന ജഗത്താൻ പറഞ്ഞ മോളെന്നല്ല ഞാൻ പറയുന്നത്. ജഗത്താൻ മോഹൻലാലിനെ കണ്ടിട്ട് പോലും ഇല്ല. പക്ഷെ ഞാൻ ഈ മോഹൻലാലിനെ ഒരു കാലത്ത് സ്നേഹിച്ചാർന്ന, ആത്മാർത്ഥമായി സ്നേഹിച്ചാണ്. ഇവൻ 2004 ഇവന്റെ മോഹൻലാലിന്റെ എല്ലാ സിനിമയും പൊളിഞ്ഞു കിടക്കുമ്പോൾ എല്ലാവരും ദിലീപിന്റെ പുറകെ പോയപ്പോൾ അന്ന് മോഹൻലാൽ തിരിച്ചു വരുന്ന ആഗ്രഹിച്ചോടാണ് ഞാൻ, പ്രാർത്ഥിച്ചോടാണ് ഞാൻ. എന്നെയാണ് അവൻ വേദനിപ്പിച്ചതോ, അതിനാണ് അവനിപ്പോൾ തെറി വയ്ക്കണോ. അവൻ മോഹൻലാൽ പെണ്ണുപടിയായി ലോകത്തെ എല്ലാവർക്കും അറിയാം, എല്ലാ മലയാളികൾക്കും അറിയാം. അവന്റെ സുചിത്ര മോഹൻലാലിനെ കൈകൂപ്പി നമസ്കരിക്കണം. ഇങ്ങനെ ഭർത്താവ് വിളിച്ചാൽ എന്ത് ക്വാളിറ്റി ആണുള്ളത്. പണം കിട്ടാൻ വേണ്ടി എന്തും ചെയ്യില്ലേ. കല്യാണം കഴിച്ച 2 പിള്ളേരുണ്ടായിട്ട് കണ്ട പെണ്ണുങ്ങളെ പുറകെ പോവുകയാണ്. പിന്നെ ഞാൻ എന്താ പറയേണ്ടത്? 2000 ഏക്കർ മഹാരാഷ്ട്രയിലാണ് സ്ഥലം കിട്ടാൻ വേണ്ടി അവിടെ വരെ ഗുണ്ടകളെ ഇറക്കിയതാണ്. മമ്മൂട്ടിയിലെല്ലാം മക്കളെ എത്തിക്കാൻ സാധിച്ചില്ല. ഇയാളെ മക്കളെ തിരിഞ്ഞു നോക്കുന്നുണ്ടോ? ഇയാളെ മോളെ കല്യാണം കഴിച്ചു വിടുന്നുണ്ടോ? മമ്മൂട്ടിയല്ല വെല്ല പെണ്ണുങ്ങളെ പുറകെ പോയിട്ടുണ്ടോ? സ്വന്തം ഭാര്യയെ സ്നേഹിച്ച, കുടുംബം നോക്കി, അയാൾ കരിയർ ഉണ്ടാക്കി. ശ്രീനിവാസൻ പറഞ്ഞ മുഴുവൻ കറക്റ്റാണ്. ഇയാൾ വലിയൊരു ഹിപ്പോക്രറ്റാണ്. അയാളാണ് ഉമ്മ ഓർത്തല്ല, നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയാണ്. ശരി, അയാൾക്ക് പണം ഉണ്ട്, ഇൻഫ്ലുവൻസ് ഉണ്ട്. പക്ഷെ അയാൾക്ക് എന്റെ അത്ര ബുദ്ധിയില്ല. ഞാൻ അയാളെക്കാട് ബുദ്ധിമാനാണ്. അവന്റെ എല്ലാ കാര്യം എനിക്കറിയാം. ഞാൻ ഒരു ഗവേഷണം നടത്തിയാണ്. ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നി? സത്യം പറഞ്ഞാൽ പുള്ളി ഒരു മാനസിക രോഗിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരാളുടെ ജീവിതത്തിൽ കയറി ചെന്നിട്ട് ഇതുപോലത്തെ കാര്യങ്ങൾ, ഒരാളുടെ കാര്യങ്ങളൊക്കെ ഇതുപോലൊക്കെ ഇരുന്ന് പറയും പുള്ളിക്ക് നാണമില്ലയോ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതേപോലത്തെ കാര്യങ്ങൾ വെച്ചൊക്കെ നീ 2 എണ്ണം കൂടെ പൊട്ടിക്കേണ്ടതും കൂടെ ആയിരുന്നു. തിയേറ്ററിൽ വെച്ച് കൂടുതലും പേര് ഇതേപോലെ ലാലേട്ടൻ ഫാൻസുകാരും ഒക്കെ കാണും. അത് എൻ്റെ ദേഷ്യത്തിലായിരിക്കും കുറച്ചും കൂടെ ഇത്രയും വാക്കുകൊണ്ടാവും അടിക്കുന്നതെന്ന് ഞാൻ കണ്ടില്ല. അപ്പോൾ ഇത്രയൊക്കെ വെച്ചാൽ പുള്ളിക്ക് 2 എണ്ണം കൂടെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ
ഈ പരിപാടി കാണത്തില്ല. പിന്നെ പുള്ളിക്ക് ഏതാണ്ടൊക്കെ ഉണ്ട്, പുള്ളിയെ വിറ്റ് കാശാക്കുന്നുണ്ടെന്ന്. പുള്ളിയെ എന്തോ വിറ്റ് കാശാക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പുള്ളി ഇതേപോലെ മണ്ടത്തരങ്ങൾ പറയുന്നത് അത് ചിലപ്പം ശരിയായിരിക്കാം. മണ്ടത്തരങ്ങൾ പറയുന്നത് കേട്ട് കുറേ പേര് വ്യൂസ് കൂടുന്നുണ്ടായിരിക്കാം. അല്ലാതെ പുള്ളിക്ക് ഇങ്ങനെ പറയാൻ നാണോ ഇല്ലയോ എന്ന് എനിക്ക് തോന്നുന്നത്. എന്നിട്ട് പിന്നെയും തിയേറ്ററിൻ്റെ മുമ്പിൽ പോയി കിടന്ന് കണ്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് കിടന്ന് ഈ ആക്ടർമാരെയൊക്കെ ശല്യപ്പെടുത്തുന്ന ഒരു സ്വഭാവമുണ്ട് ഈ പുള്ളിക്കാരനെ. ലാലേട്ടനെ പറ്റി ഇങ്ങനെ പറയാനാണെങ്കിൽ മലയാളത്തിൽ വേറെയും ഇതിലും വലിയ തെറ്റ് ചെയ്ത ആക്ടർമാരൊക്കെ ഉണ്ട്. അതറിയാം, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, അറിയാമല്ലോ. ഇയാൾക്ക് ഇത് എന്തിൻ്റെ കേടാണ്? ഇയാൾക്ക് ചില സമയത്ത് ഇയാൾക്ക് പിരി ഇളകി ഓരോന്നൊക്കെ കാണിച്ചു കൂട്ടുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു വീഡിയോ തന്നെ വെച്ച് മതി പുള്ളിയുടെ ജീവിതം. ഇപ്പം ലാലേട്ടനെ ഇതൊന്നും മൈൻഡ് ചെയ്യത്തില്ല. അപ്പോൾ ആരെങ്കിലുമൊക്കെ മൈൻഡ് ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ പേഴ്സണൽ ജീവിതത്തിൽ ഓരോന്നൊക്കെ കിടന്ന് പറയുവാണെങ്കിൽ അവർ കേസ് കൊടുത്ത പുള്ളിയുടെ ഇത് തീരും. പിന്നെയും പുള്ളിക്ക് നാണമില്ല. പിന്നെ അടുത്ത സിനിമ ഇറങ്ങുമ്പോൾ ഇതേപോലെ ഒന്ന് ക്യാമറയുടെ മുമ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് കറങ്ങുന്ന കാണാം. അല്ലാതെ പിന്നെ ആക്ടർമാരുടെ മുന്നിൽ പോയി കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഷോ കാണിക്കുന്നതാണ്. അല്ലാതെ ഇയാളുടെ റിവ്യൂ കണ്ടിട്ട് ഞാൻ ഇതിലായിട്ട് ഒരു സിനിമ കാണാനും പോയിട്ടില്ല. പിന്നെ വിത്തിൻ സെക്കൻഡ് അവർ ഇതിനകത്ത് പൊതിയേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു. അതുപോലും അവരുടെ പന്ന സിനിമയാണെങ്കിൽ ആ സിനിമ ഓടത്തില്ല. പിന്നെ അവരെല്ലാവരും പറഞ്ഞു 2 വർഷം മുന്നേ അതിൻ്റെ പുറയിൽ നിന്നുള്ള കഷ്ടപ്പാടാണ്, അത് നെഗറ്റീവ് അടിച്ച് കളയാൻ. നെഗറ്റീവ് അടിച്ച് അങ്ങനെ സിനിമയൊന്നും അങ്ങനെ ഫ്ലോപ്പൊന്നും ആവത്തില്ല. നല്ല സിനിമയാണെങ്കിൽ മൗത്ത് പബ്ലിസിറ്റി 2018 കണ്ടില്ലയോ, ചുമ്മാ ഇറക്കി വിട്ടി. അത് 2000 മൗത്ത് പബ്ലിസിറ്റി വെച്ചത് പടം ഹിറ്റായി. നല്ല പടമാണെങ്കിൽ എപ്പോഴായാലും ഹിറ്റാകും. അല്ലെങ്കിൽ അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഫ്ലോപ്പാകും. പിന്നെ അയാൾക്ക് ആറട്ടന് തോന്നിയ കാര്യം അയാൾ വന്ന് എന്ന് പറഞ്ഞ് അയാളെ ഇത്രയും പിന്നെ ലാലേട്ടനെ പറ്റി പറഞ്ഞത് മഹാമോശമാണ്. അതിൻ്റെ 2 കൂടെ പൊട്ടിച്ചാലും കുഴപ്പമില്ലായിരുന്നു. അല്ലാതെ ഇന്നലെ കാണിച്ചത് സിനിമയിൽ ഒരിക്കലും എഫക്റ്റ് ചെയ്യത്തില്ല. അത് മറ്റവർ തന്നെ അത് വിഷയം ഉണ്ടാക്കിയത്. പിന്നെ ഈ എല്ലാ സിനിമക്കാർക്കും ഇതേപോലെ പുറയിൽ കഷ്ടപ്പാടുണ്ട്. അത് പിന്നെ ഇറക്കി വിടുന്നത് പ്രേക്ഷകരുടെ ഇഷ്ടം കാണിക്കാനാണ് ഇറക്കി വിടുന്നത്. അത് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് സിനിമയിൽ ഇതൊന്നും ബാധിക്കത്തൊന്നുമില്ല. കാരണം ഞാനല്ല കൂടുതലും പേര് എനിക്ക് തോന്നുന്നു ഈ ആറട്ടനെ ഞാൻ സീരിയസ് ആയിട്ട് കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. റിവ്യൂ ഇത്ര ഈ വീഡിയോ പറ്റി പറയാനുള്ളൂ. ഞാൻ അടുത്തൊരു വീഡിയോ വരുന്നതേ.